ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിനെ കുറിച്ചായിരുന്നു. വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ കാണണേ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട രണ്ട് നദികളായ ഭാരതപ്പുഴയും പമ്പയുമാണ്. ഈ നദികളായിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. അതിനു മുന്നേ ഒന്ന് പറയട്ടെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. പെരിയാറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഭാരതപ്പുഴയും പമ്പയെയും കുറിച്ചാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി, നിള എന്നറിയപ്പെടുന്ന നദി. 3. മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട 3 വിശേഷണങ്ങളാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി, നിള എന്നറിയപ്പെടുന്ന നദി, മിനി പമ്പ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. അപ്പോൾ ഇതിൻ്റെ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് തന്നെയാണ്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴ. നിള എന്നറിയപ്പെടുന്നത് മിനി പമ്പ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നതും ഏത് നദിയുമായിട്ടാണ്? ഭാരതപ്പുഴ. ഈ 3 ക്വസ്റ്റ്യന് ആൻസർ ഏത് തന്നെയാണ്? ഭാരതപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴ എത്ര കിലോമീറ്ററാണ് വ്യാപിച്ച് കിടക്കുന്നത്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ് വ്യാപിച്ച് കിടക്കുന്നത്. നെക്സ്റ്റ്, ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട അടുത്ത 5 ചോദ്യങ്ങൾ നോക്കാം. ഉത്തരം അറിയാമെങ്കിലും പറയാൻ ശ്രമിക്കണേ. ഭാരതപ്പുഴയുടെ ഉത്ഭവം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്. 3. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ. 5. ഭാരതപ്പുഴ പതിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം. ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം. ഭാരതപ്പുഴ ഒഴുകുന്ന ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെ? ഭാരതപ്പുഴ എവിടെയാണ് പതിക്കുന്നത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴയുടെ ഉത്ഭവം. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. ആനമലയിലാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്. 3. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനി. ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴ പതിക്കുന്നത്, ഭാരതപ്പുഴയുടെ പതനം എവിടെയാണ്? അറബിക്കടൽ. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിനോടാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. ഇവയൊക്കെയാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത നദിയായ, മൂന്നാമത്തെ വലിയ നദിയായ ഏത് നോക്കാം? പമ്പയെക്കുറിച്ച് നോക്കാം. പമ്പയുമായി ബന്ധപ്പെട്ട 5 വിശേഷണങ്ങൾ നോക്കാം. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയും തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നതും പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയും ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് തന്നെയാണ്? പമ്പയാണ്. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ നദിയാണ്. അപ്പം ഏതൊക്കെയായിരുന്നു കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി?
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത്. 3 പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി. 4 ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. 5 ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി. ഈ 5 ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? പമ്പയാണ്. ഈ 5 ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? പമ്പ. അപ്പോൾ പമ്പാ നദിയുടെ നീളം എത്ര കിലോമീറ്ററാണ് പമ്പാ നദി വ്യാപിച്ച് കിടക്കുന്നത്? 176 കിലോമീറ്ററാണ് പമ്പാ നദി വ്യാപിച്ച് കിടക്കുന്നത്. ഇനി പമ്പയുമായി ബന്ധപ്പെട്ട അടുത്ത 5 ക്വസ്റ്റ്യൻസ് നോക്കാം. പമ്പാ നദി ഉത്ഭവിക്കുന്നത്. 2 പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം. 3 പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ. 4 പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം. 5 പമ്പാ നദി പതിക്കുന്നത്. ഏതൊക്കെയാണ്? പമ്പാ നദി ഉത്ഭവിക്കുന്നത്, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം, പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ, പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം, പമ്പാ നദി പതിക്കുന്നത്. ഇനി നമുക്ക് ഉത്തരം നോക്കിയാലോ. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളച്ചിമല. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ടുകായൽ. ഏതൊക്കെയായിരുന്നു 5 ക്വസ്റ്റ്യൻ? പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളച്ചിമല, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്, പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി, പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ടുകായൽ. അപ്പം ഇത്രയൊക്കെയാണ് പമ്പാ നദിയുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ. ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ പറഞ്ഞു. അടുത്തത് പമ്പാ നദിയായിരുന്നു. പമ്പാ നദിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഭാരതപ്പുഴയും പമ്പയെയും കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കേരളത്തിലെ 2ാമത്തെ വലിയ നദി, നിള എന്നറിയപ്പെടുന്ന നദി, മിനി പമ്പ ബന്ധപ്പെട്ടിരിക്കുന്ന നദി ഏത് തന്നെയാണ്? ഭാരതപ്പുഴ. പിന്നെ എന്തൊക്കെ പറഞ്ഞു? കേരളത്തിലെ 2ാമത്തെ വലിയ നദി, മിനി പമ്പ ബന്ധപ്പെട്ടിരിക്കുന്ന നദി, നിള എന്നറിയപ്പെടുന്ന നദി. ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണെന്ന് പറഞ്ഞാൽ ആനമല. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഏതാണ്? പൊന്നാനി. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഭാരതപ്പുഴയെക്കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് പമ്പയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു നോക്കാം. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദി, തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത്, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി, ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി, ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി. ഇതൊക്കെയായിരുന്നു പമ്പയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളച്ചിമല. പമ്പാ നദി യുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ടുകായൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഭാരതപ്പുഴയും പമ്പയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.